എടാ മോനെ ആയിട്ട് നടക്കേണ്ടി തോന്നുന്നുണ്ട്. നമ്മൾ ഈ ഹാരി പോട്ടർ മൂവിയിലൊക്കെ ഉള്ള പോലെ about to fade away, cause every time I wake up I feel like it's Monday. യൂണിക്ലോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ യൂണിക്ലോയിൽ കയറി ഇത് ഞങ്ങൾ വിളിക്കാനുള്ള ടാക്സിയാണ്. ഓക്കെ ഗൈസ്, കത്തീഡ്രലിൽ പോവോ? കത്തീഡ്രൽ വരെ പോകും. എത്ര? 10 pounds. ഓക്കെ, ഞാൻ ഫ്രണ്ട്. ഓൾറൈറ്റ്. ആദ്യത്തെ ലൊക്കേഷൻ എന്താ ഇവിടെ? കത്തീഡ്രൽ. അതിനെ പറ്റി പറയുകയാണെങ്കിൽ ലാർജസ്റ്റ് കത്തീഡ്രൽ. ഓക്കെ, ഗുഡ് ഈവനിങ് ഗൈസ്. സോ നമ്മൾ ലിവർപൂൾ കത്തീഡ്രൽ കാണാൻ വേണ്ടി പോവാണ്. വാട്സ്ആപ്പ് യൂട്യൂബ് നമ്മളെ ഫ്രണ്ട്സിനൊപ്പം ഉള്ളത്. ഇത് നമ്മുടെ ഫ്രണ്ട് ഫറാൻ ഉണ്ട്, അതേപോലെ ജസീമുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ തന്നെ UK തന്നെ ഒരു ഫേമസ് ലാൻഡ്മാർക്കായ ഒരു ഫേമസ് കത്തീഡ്രൽക്കാണ് നമ്മൾ പോകുന്നത്. UK ഏറ്റവും വലിയ കത്തീഡ്രൽ, പിന്നെ വേൾഡിലെ 5th or 6th ആയിട്ടുള്ള ഏറ്റവും വലിയ കത്തീഡ്രലാണ്. അതാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന കത്തീഡ്രൽ. അപ്പോൾ നമ്മൾ അവിടെ പോവാണ്. നമ്മളതിൻ്റെ ഏകദേശം നമ്മളെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എടാ മോനെ, ഇത് നോക്കാം. ഞാനുള്ളത് ഇവിടെ UK തന്നെ ലാർജസ്റ്റ് കത്തീഡ്രലാണ് ഞാനിപ്പോൾ ഉള്ളത്. കണ്ടിട്ട് നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ 90 ഡിഗ്രി തല പൊന്തിച്ചിട്ട് പോലും മേലൊക്കെ എത്തുന്നില്ല. അത്രത്തോളം ഹൈറ്റിലാണ് ഇത് സംഗതി കിടക്കുന്നത്. ഇത് 1904 ഇത് ഉണ്ടാക്കി തുടങ്ങിയത്. എന്നിട്ട് ഏകദേശം 74 കൊല്ലെടുത്തു ഇത് പണിഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇക്കാര്യം മേ ബി ഇത് UK ലാർജസ്റ്റ് കത്തീഡ്രലാന്ന് പറയുന്നതും വേൾഡിലത്തെ തന്നെ ടോപ്പ് 5 ഉള്ളിൽ ഒതുങ്ങുന്നതും. ഇതിൽ ഒരുപാട് ആർട്ട് വർക്ക്സ്, എന്താ പറയുക, സ്കൾപ്ചേഴ്സോ അങ്ങനത്തെ സംഗതികളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ വിൻഡോ തന്നെ ഈ ഇതിന്ന് ഷെയ്ഡ് അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളർ മിക്സായിട്ട് വരുന്ന നമുക്ക് കാണാം. ഉള്ളിൽ കയറിയിട്ട് എന്താണെന്നറിയില്ല, വേറെ എന്തോ ഒരു സംഭവം, ചെറിയൊരു ഭയാനകമായൊരു സ്ഥലം. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 101 മീറ്ററാണല്ലോ. 101 മീറ്റർ ഉണ്ട് പറയാൻ ഇതിൻ്റെ മൊത്തം ഹൈറ്റ് വരുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. റെഡ് സാൻഡ്സ്റ്റോൺ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് മൊത്തം ബിൽഡ് ചെയ്തത്. വെറുതെ അല്ല ഇത് പണിഞ്ഞു തീർക്കാൻ ഏകദേശം 74 വർഷം എടുത്തിട്ട് ഗൈസ്. ഏതായാലും കിടിലൻ സ്ഥലം. ഒന്ന് കത്തീഡ്രൽ ഒരുപാടുണ്ട്, പക്ഷേ ഇവിടുത്തെ ഈ കത്തീഡ്രൽ UK തന്നെ നമ്പർ 1 ലാർജസ്റ്റ് കത്തീഡ്രലാന്ന് പറഞ്ഞപ്പോൾ കാണാവുന്നൊരു ആകാംക്ഷയോട് വന്നതാണ്. പക്ഷേ ഇത് വെർത്താണ് ഗൈസ്. ഇവിടെ എന്തൊരു കോൺസേർട്ട് നടക്കേണ്ടി തോന്നുന്നുണ്ട്. നടന്ന് കഴിഞ്ഞതാണോ നടക്കാൻ പോകാനോ അറിയില്ല. തോന്നുന്നത് നടക്കാൻ പോകണമെന്നുള്ളതാണ്. ഭാഗ്യം നമുക്കത് കാണാം, മിക്കവാറും ഭാഗ്യം ഉണ്ടാവില്ല. ഇതെന്തോ ഒരു കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ കഴിച്ച് തോന്നുന്നത്? ഫറാൻ പറഞ്ഞതൊരു ഫ്രോക്കിട്ടൊരു പെണ്ണെന്ന് പറഞ്ഞു, പക്ഷെ ഇതൊരു കിളിയാ തോന്നുന്നുണ്ട്. ഇത് പേപ്പർ കട്ട്സ് എല്ലാവരും ഒരുപാട് എഴുതി ഒരുപാട് എഴുത്തൊക്കെ എഴുതി കണ്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇടാം അല്ലേ? പറ ഫറാനെ ബൈബിൾ വായന തുടങ്ങി. നടക്ക്. ഇത് എങ്ങനെ പോയാലും എല്ലാ ഡോറിൻ്റെ ഉള്ളിൽ കൂടിയും വഴിയാട്ടോ. പിന്നെ അത് കണക്ട് ചെയ്ത് ഒരുപാട് സ്ഥലത്തേക്ക് പോകും. ഞങ്ങൾ ഒരുപാടൊന്നും കറങ്ങണില്ല. പക്ഷേ ഇത് നമ്മൾ ഈ ഹാരി പോട്ടർ മൂവിയിലൊക്കെ
ഉള്ള പോലെ ഹോഗ്വാർട്സ് ഉണ്ടല്ലോ, അതേ ഒരു ഫീൽ ഇതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് അതേപോലത്തെ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഏതെങ്കിലും ഭാഗങ്ങൾ വെറുതെ ഷൂട്ട് ചെയ്തിരുന്നോ, നോ ഐഡിയ. അപ്പോൾ കഴിച്ച് നമ്മൾ കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങി. നമ്മൾ കത്തീഡ്രലിൽ കാര്യമായിട്ട് പറയാനൊന്നുമില്ല, കാണിച്ചാലുള്ളതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റും. ഞാനതൊക്കെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ ഇവിടെ അടുത്ത് നമ്മളെ സിറ്റി സെൻറ്ററിൽ, അപ്പോൾ സിറ്റി സെൻറ്ററിൽ പോവുക, എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കുക. ഫ്രണ്ട്സുള്ളല്ലേ, അപ്പോൾ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാന്നുള്ള രീതിയിൽ, അപ്പോൾ നമുക്കൊരു ബ്ലോഗ് ആക്കാന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ പരിപാടി എങ്ങനെ പോകുന്നുണ്ടെന്നുള്ള നോക്കാം. അപ്പോൾ മൈക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഇൻബിൽഡ് മൈക്കിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതാണ് ചൈന ടൗൺ. UK അധിക സിറ്റീസിലും ഓരോരോ ചൈന ടൗൺ വെച്ചിട്ടുണ്ടാവും. മാഞ്ചസ്റ്റർ ചൈന ടൗൺ ഉണ്ട്. മാഞ്ചസ്റ്റർ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ചൈന ടൗൺ ചെറുതാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നൈസാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചൈനീസ് ഫുഡും കാര്യങ്ങളും അങ്ങനത്തെ പോലെ ഷോപ്പിംഗ് ഒക്കെ കാണാൻ പറ്റും. എങ്ങനെയാണ് UK ക്രോസ് ചെയ്യുക, എങ്ങനെയാണ് ഡിസിപ്ലിൻ, റോഡ് ഡിസിപ്ലിൻ, ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. ഇയാളൊന്നും സംസാരിക്കില്ല അല്ലേ? ഈ പറയാം, ഇയാൾ ഇതാടാ, എന്താ പറയുക, ഇൻട്രോവേർട്ടാണ്. അപ്പോൾ കഴിച്ച് നമ്മൾ കത്തീഡ്രലിൽ കഴിഞ്ഞ്, കത്തീഡ്രലിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ സിറ്റി സെൻറ്റർ എടുക്കുന്നത്. നമ്മൾ നടന്ന് സിറ്റി സെൻറ്ററിലെത്തി. ഒരു കുപ്പ് കുടിക്കുക, കോഫി അടിക്കുക. ബാക്കിലൊരു കോഫി ഷോപ്പ് ഉണ്ട്, അവിടെ കോഫി എടുക്കുക. നമുക്ക് അവിടെ പോയിട്ട് ഇരുന്ന് കോഫി അടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ജസ്റ്റ് വീഡിയോ നമ്മൾ ചെറിയൊരു ബ്ലോഗ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്താണ്. അല്ലേ പറയാനേ? അതെ. ആണോ? എനിക്ക് കോൾഡ് തോന്നിയ നമ്മളെ ലെമണേഡ് അല്ലടാ, എന്തായാലും മധുരം ഉണ്ടാവും. നമ്മളൊരു കോഫി ഒക്കെ എടുത്ത് നമ്മൾ റൂഫ് ടോപ്പൊക്കെ പോവാണ്. നമുക്ക് ഇന്ന് സമാധാനത്തിൽ കോഫി അടിക്കാം. റൂഫ് ടോപ്പിലെത്തി. ഇതൊക്കെ സിറ്റി സെൻറ്ററിൽ തന്നെ കേട്ടോ, സിറ്റി സെൻറ്ററിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. ഇതിൻ്റെ വൈഫ് നാളെ യൂട്യൂബിൽ കാണാം. അതാണ് കഴിച്ച അപ്സൈഡ് ഹൗസ്. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile. നമ്മളിപ്പോൾ ഉള്ളത് ഫൈവ് ഗൈസിനുള്ളിലാണ്. ഇവിടെ ഫ്രീ ആയിട്ട് കടൽ കിട്ടുന്ന കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. ആ ബോക്സ് കണ്ട ഗൈസ്, ഫൈവ് ഗൈസിൻ്റെ അതിൻ്റെ ഉള്ളിൽ കടല വറുത്തതാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാൻ തോന്നുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ ഫർഹാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. സക്സസ്. All the chemicals up in my brain, all of a sudden I don't look at any. അപ്പോൾ ഗൈസ്, അപ്പോൾ ആർക്കെങ്കിലും കടല വേണമെന്നുണ്ടെങ്കിൽ നേരെ ഫൈവ് ഗൈസ് പോവാം. അവിടെ ഇതേപോലെ പാത്രമൊക്കെ വെച്ചിട്ടുണ്ടാവും, നല്ല കടല കഴിക്കാം. വാങ്ങണം അവിടുന്ന്. ഞാൻ ഒരു ഫ്രൈസ് വാങ്ങിയിട്ടാണ് ഇതെടുത്തത്. ഓസിക്ക് പോയി എടുക്കരുത് ദയവ് ചെയ്ത്. എനിക്ക് വാങ്ങിച്ച ഫ്രൈസ് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് എവിടെ എപ്പോൾ കഴിച്ച് ഫിഷിൻ്റെ അവിടെ പോയി നിന്നിട്ട് വെറുതെ ഓർഡർ ചെയ്യണ പോലെ അഭിനയിച്ചിട്ട് കടല ഭിന്നിച്ചു പോകും. എന്നെ എൻ്റെ 3-4 സുഹൃത്തുക്കൾ ചതിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിരിക്കുന്ന ലൊക്കേഷന് ഇത് ഞാൻ നേരത്തെ കാണിച്ചത് മറ്റേ അപ്സൈഡ് ഡൗൺ ഹൗസ്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ എല്ലാ സംഗതികളും അപ്സൈഡ് ഡൗണിൽ കയറും. ടിക്കറ്റ് എടുക്കുക, കയറിയാൽ കാണാം. Yeah, I'm about to fade away, cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden ഗൈസ്, ഇവിടെ യൂണിക്ലോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ യൂണിക്ലോയിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്ക്. ജെസ്സിന് എന്തൊക്കെ സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് യൂണിക്ലോന്ന്.
such a disgrace. I never really asked to be brought into this place. ഇതെങ്ങനെയുണ്ട് ഗൈസ്? Be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we could be okay. ഇവിടെ കയറി നോക്കാം. ലിൻറ്റ് സെയിൽ എന്തുണ്ടോക്ക? ഇത് സെയിലല്ലേ? എടുക്കണേന് ഷുഗർ കട്ടില്ലല്ലോ അല്ലേ? നടന്ന് ക്ഷീണിച്ച് പറ്റൊരു ബൈക്കായി. അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ട്രഡീഷണൽ ഗൾഫ് ഹൗസ് റെസ്റ്റോറൻറ്റ്. നമ്മൾ പോയേക്കാം. മജ്ലിസാണ്, നല്ലത്തിരി നേകേണ്ടിരും. ലച്ചി ഇത് നൈസ് സ്പോട്ടാണ് ഗൈസ്. നമ്മളെ പക്കാ സൗദി വൈബ്. ഓ സീന് സ്ഥലം. നമ്മളെ മജ്ലിസ്, നമ്മളെ കല്യാണ പഴയ സൗദി ഓർമ്മകൾ സെയിം. ഓക്കെ, എന്താ റെഡി? സൗണ്ട് വരുന്നില്ലല്ലോ. ഡൈൻ വിത്ത് പർപ്പസ്, സപ്പോർട്ട് ഗാസ, ഓൾവേസ് സപ്പോർട്ട് ഗാസ. നമ്മൾ മന്തി ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ മഞ്ഞയ്ക്കുക സൗദി ഫുഡ് എന്നല്ലേ പറഞ്ഞേ? നമ്മളെ ഇത് കുറച്ച് അധികം ഉണ്ടല്ലോടാ. ചിക്കൻ മന്തി, ലാം മന്തി. താങ്ക് യു. കഴിച്ചിട്ട് പറ. എന്താണത്? മന്തി അല്ല കേട്ടോ, മന്തി എന്ന് പറയാനില്ല. പക്ഷെ ഫുഡ് അടിപൊളിയോ, ഫുഡ് നല്ല രസമുണ്ട്. മന്തി അല്ല. ലാമ്പ് ലാമ്പ് കിട്ടില്ല. ലാമ്പിന് കിട്ടില്ല ഫ്ലേവർ. ജ്യൂസ് ഞാൻ കാണിച്ചതാ. ഫർദർ സൈഡായി. അപ്പൊ ഗൈസ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇന്നത്തെ നമ്മൾ പരിപാടി കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി ഗൈസ്, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.